നമസ്കാരം, ഞാൻ ഡോക്ടർ തീർത്ഥ, കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ആൻഡ് സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണർ, ശ്രീരുദ്ര ആയുർവേദ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞ രോഗാവസ്ഥയെക്കുറിച്ചാണ്. പേര് കേൾക്കുന്നത് പോലെ തന്നെ ആളുകളെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് IBS എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ വലിയൊരു മാരകമായ അസുഖമൊന്നും അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വയറിൽ നിന്ന് ഇളകിപ്പോവുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. അതുകൊണ്ട് തന്നെ രോഗിയുടെ ദൈനംദിന ജീവിതത്തെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. എന്താണ് IBS? നമ്മുടെ കുടലിൻ്റെ ഒരു സ്വാഭാവികമായ ചലനമുണ്ട്, പേശികളുടെ സ്വാഭാവികമായ ചലനം, അതിനെ പെരിസ്റ്റാൾസിസ് എന്ന് പറയും. ഇത് നോർമൽ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് ഒന്നുകിൽ വളരെ കൂടുതലായി അല്ലെങ്കിൽ വളരെ മന്ദഗതിയിൽ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വയറിളക്കമായും അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനായും അല്ലെങ്കിൽ ഇത് രണ്ടും മാറി മാറി വരുന്ന അവസ്ഥയായിട്ടും കാണിക്കുന്ന ഒരവസ്ഥയാണ് IBS എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബവലിൻ്റെ ഒരവസ്ഥ ഹൈപ്പർ സെൻസിറ്റീവ് ആവുന്നു എന്നും പറയാം. എന്തെങ്കിലും ഒരു ചെറിയ ട്രിഗേഴ്സ് വരുമ്പോൾ തന്നെ വലിയ രീതിയിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയും അത് ദഹന പ്രശ്നത്തിലേക്കും IBSന്റെ മറ്റ് ലക്ഷണങ്ങളിലേക്കും നയിക്കുന്നു. എന്തൊക്കെയാണ് IBSന്റെ പ്രധാന ലക്ഷണങ്ങൾ? പല രോഗികളിലും പല തരത്തിലാണ് IBS പ്രസന്റ് ചെയ്യുന്നത്. എന്നാലും കോമൺ ആയി കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് വയറിളകി പോവുക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് രണ്ടും മാറി മാറി വരുന്ന അവസ്ഥ. ഇത് കൂടാതെ എപ്പോഴും വയറിൽ ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതായത് ബ്ലോട്ടിങ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വയറിലാകെ ഒരു അസ്വസ്ഥത, എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി, കൂടാതെ വയറിൽ നിന്ന് വേദന. പ്രധാനമായും ഭക്ഷണം കഴിച്ച ഉടനെയാണ് ഈ വേദന അനുഭവപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണമെന്ന ടെൻഡൻസി വരികയും അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ പുറത്തേക്കുള്ളൊരു യാത്ര പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഒക്കെ രോഗിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് എപ്പോഴും ടോയ്ലറ്റ് അടുത്തുള്ള ഒരു സ്ഥലം തന്നെ വേണ്ടി വരും. ഇതിനെക്കുറിച്ച് ആലോചിച്ച് അവരെപ്പോഴും ഒരു ടെൻസ്ഡ് ആയിരിക്കും. ഇതോടൊപ്പം തന്നെ വയറ്റിൽ നിന്ന് പോകുന്നത് പലപ്പോഴും ശരിയായ ദഹനം നടക്കാത്ത രീതിയിൽ ഒരു പതഞ്ഞതുപോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് മുറുകിയിട്ട് അത് കാരണം ഫിഷേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വളരെ കാലം നീണ്ടു നിൽക്കുമ്പോൾ വരാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. പലപ്പോഴും ഈ വയറുവേദന അനുഭവപ്പെടുന്നത് ഏതെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും. എന്തെങ്കിലും ഒരു ദൂരയാത്രയൊക്കെ പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന്റെ ഭാഗമായി വരുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങളോ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ, അപ്പോഴൊക്കെ ഈ ഒരു അവസ്ഥ വളരെ അധികമായി കണ്ടുവരാറുണ്ട്. ഈ ഒരു മാനസിക അടിസ്ഥാനം ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള ലക്ഷണം, ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ മൈഗ്രെയിനും ഉറക്കക്കുറവ് തുടങ്ങിയ കാര്യങ്ങളും കണ്ടുവരാറുണ്ട്. IBSന്റെ കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ ഒരു കാരണം നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കില്ല. എന്നാലും പല ഫാക്ടേഴ്സും ഇതിലേക്ക് നയിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. IBS ഉണ്ടാവുന്നതിനും അതിൻ്റെ ലക്ഷണങ്ങൾ അധികരിക്കുന്നതിനും സ്ട്രെസ്സിന് വലിയൊരു പങ്കുണ്ട്. നമ്മളെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത് പോലെ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ ഇംബാലൻസ് നമ്മുടെ ഗട്ടിനെ ബാധിക്കുകയും അത് IBS പോലുള്ള രോഗാവസ്ഥകളിലേക്കും എത്തിക്കാം. ഇതുകൂടാതെ നമ്മുടെ ഭക്ഷണ രീതികൾ, വൈകിയുള്ള ഭക്ഷണം, രാത്രി വൈകി കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ഒരു ആഹാര രീതി, കൃത്യസമയത്തല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യുക, അത്തരത്തിലുള്ള രീതികൾ തുടർന്നു വരുന്നത് നമ്മുടെ ഗട്ടിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഇത് IBS എന്ന രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഇതുകൂടാതെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ശരിയായ വ്യായാമവും കാര്യവും ഒന്നുമില്ലാതെ നമ്മൾ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ ഇത് നമ്മുടെ കുടലിൻ്റെ സ്വാഭാവികമായ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റിനെയൊക്കെ ബാധിക്കുകയും ഇതും ഇതിലേക്ക് നയിക്കാം. ഇത്തരത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് പോലും നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശരിയായ ചിട്ടയായ ആരോഗ്യശീലവും വ്യായാമശീലവും ഒക്കെ കൊണ്ടുവരുന്നതിലൂടെ IBSൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. ആയുർവേദം IBSനെ നോക്കിക്കാണുന്നത് ഗ്രഹണി എന്ന രോഗാവസ്ഥയുമായി ബന്ധപ്പെടുത്തിയാണ്. IBSലുള്ള അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഗ്രഹണിയിലും ഏകദേശം പറഞ്ഞു വരുന്നത്. ശരിയായ രീതിയിൽ ദഹനം നടക്കാതെ ഒന്നുകിൽ മലം വളരെയധികം കട്ടിയിൽ പോവുക അല്ലെങ്കിൽ അയഞ്ഞു പോവുക, ഇതുകൂടാതെ വയറിൽ എപ്പോഴും ഗ്യാസ് നിറഞ്ഞതുപോലുള്ള അവസ്ഥ, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഗ്രഹണിയിലും കണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ മാനസിക അടിസ്ഥാനം ആയുർവേദം മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിസാരം പോലുള്ള രോഗാവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ ഭയം, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങൾ, ഇതൊക്കെ നമ്മുടെ വാതപിത്ത ദോഷങ്ങളെ എത്ര തരത്തിൽ ബാധിക്കുന്നു, അത് എങ്ങനെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രഹണി അല്ലെങ്കിൽ IBS രോഗാവസ്ഥകളിൽ നമുക്ക്
ശാരീരിക ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാന കാരണമായ മാനസിക പ്രശ്നങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ചികിത്സിക്കുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് ലഭിക്കുന്നത്. ആയുർവേദം പ്രധാനമായും ചെയ്യുന്നത് അഗ്നിദീപ്തി വരുത്തുക, അതായത് നമ്മളെ ഡൈജഷനെ കറക്റ്റായി കൊണ്ടുവരിക. ഇതുകൂടാതെ ബവൽ മൂവ്മെൻറ്റ്സിനെ കറക്റ്റ് ചെയ്യുക. ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളുടെ സഹായത്തോടെയും ആയുർവേദത്തിലെ പലതരത്തിലുള്ള ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഔഷധങ്ങൾ പറയുന്നുണ്ട്. ദീപനപാചനങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ, അത്തരം ഔഷധങ്ങളുടെ ഉപയോഗവും ഇതുകൂടാതെ മാനസിക പ്രശ്നങ്ങൾക്ക് സ്മൃതി മെഡിറ്റേഷൻ പോലുള്ള സൈക്കോ തെറാപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു റൂട്ട് കോസിനെ തന്നെ മാറ്റി ഇത്തരത്തിൽ സമഗ്രമായ ഒരു ചികിത്സ നടത്തുന്നത് കൊണ്ട് നമുക്ക് IBSൽ വളരെയധികം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും അവരുടെ ലൈഫ് തന്നെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കാറുണ്ട്. IBSന്റെ ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് അവിടെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റ് രോഗാവസ്ഥകളിലും വളരെ ക്രോണിക് ആയിട്ടുള്ള പല രോഗാവസ്ഥകളിലും കാണുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടെക്നിക്കുകളും ഉപയോഗിക്കാറുണ്ട്. സ്കാനിങ് പോലെയും എൻഡോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ IBS എന്ന രോഗാവസ്ഥയിൽ ഇത്തരം ടെസ്റ്റുകളിലൊക്കെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കില്ല. അതായത് ഒരു സ്ട്രക്ചറൽ പ്രശ്നമല്ല, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബവലിൽ ഉണ്ടാവുന്ന ഒരു ഫംഗ്ഷന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന അവസ്ഥയാണ്. പലപ്പോഴും ഇത് രോഗിയെ തന്നെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇത്തരം ടെസ്റ്റുകളിലൊക്കെ നെഗറ്റീവ് കാണുകയും ഇത് ഇവരുടെ തോന്നലാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അവരെ കളിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് ഇവരെ കൂടുതൽ മാനസിക സംഘർഷത്തിലേക്കാണ് നയിക്കുന്നത്. ഇത് IBS രോഗാവസ്ഥയെ വീണ്ടും അധികരിക്കുന്നതിലേക്ക് കാരണമായി തീരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആയുർവേദത്തിലെ സമഗ്രമായ മാനസിക ശാരീരിക തലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്മൃതി മെഡിറ്റേഷൻ പോലുള്ള സൈക്കോതെറാപ്പി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സയിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായ ആശ്വാസം ലഭിക്കുന്നതാണ്. താങ്ക്